വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ദ ഇമ്പോർട്ടൻസ് ഫങ്ഷൻസ് ഓഫ് എ മാർഷലിംഗ് യാർഡ്സ്: റിസപ്ഷൻ, ഡിപ്പാർച്ചർ, സോർട്ടിംഗ്, ഓൾ ഓഫ് ദി എബോവ്. സോ കറക്റ്റ് ആൻസർ എന്തായിരിക്കും വരുന്നത്? മാർഷലിംഗ് യാർഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ സോർട്ടിംഗ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. റിസപ്ഷൻ, ഡിപ്പാർച്ചർ, സോർട്ടിംഗ്, ഇതെല്ലാം അതിൽ വരത്തില്ലേ മാർഷലിംഗ് യാർഡ്സ് എന്ന് പറയുമ്പം? മെയിൻ ഫങ്ഷൻ സോർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ന്യൂ ട്രെയിൻസിനെയൊക്കെ ഫോം ചെയ്യുക, ഇതൊക്കെ ഷണ്ടിങ് ഓപ്പറേഷൻസിനെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ റിസപ്ഷനും ഡിപ്പാർച്ചർ അതിൽ കൂടെ വരത്തില്ലേ? സോ അതുകൊണ്ട് തന്നെ 51ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. പെട്ടെന്ന് കയറി ആ മാർഷലിംഗ് യാർഡ്സ് സോർട്ടിംഗ് ആണ് എന്ന് വിചാരിച്ച് കളയരുത്. റിസപ്ഷൻ, ഡിപ്പാർച്ചർ, സോർട്ടിങ് ഇത് വരും. ദ മീഡിയം ടു ട്രാൻസ്ഫർ ലോഡ്സ് from superstructure to the bridge to substructure is called. Medium to transfer loads from superstructure of the bridge to substructureലോട്ട് കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വരുന്നത് ബിയറിംഗ് ആണ്. അത് ഫ്ലൈ ഓവറൊക്കെ കെട്ടുന്ന സമയത്തായാലും സെയിം ബിയറിംഗ് തന്നെയാണ് അവിടെ മെയിൻ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിയറിംഗ് കൊടുക്കുന്നത്. അബട്ട്മെൻറ്റ് എൻഡ് സപ്പോർട്ടാണ്. Bhadra Voli Sea Links is an example of. Bhadra Voli Sea Links എന്ന് പറയുന്നത് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിന് എക്സാമ്പിളാണ്. എന്താണ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്? ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളണേ. കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജിന് എക്സാമ്പിളാണ്. ദ ടൈപ്പ് ഓഫ് ലോഡിംഗ് റെക്കമെൻഡഡ് ബൈ IRC ഫോർ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫോർ ടിമ്പർ ബ്രിഡ്ജസ് ഈസ്. നമുക്ക് ആൻസർ വരുന്നത് ക്ലാസ് ബി ലോഡിംഗ് ആണ് വരുന്നത്. ക്ലാസ് ബി ലോഡിംഗ്. ഇതിൽ തന്നെ നമുക്ക് ക്ലാസ് എ ലോഡിംഗ് ആണ് വരുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈവ് ലോഡ് ബേസ് ചെയ്തിട്ട് ഒരു നോർമൽ പെർമനൻറ്റ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ കൾവേർട്ടിന് വേണ്ടിയിട്ടാണ്. ക്ലാസ് എ ആണ് വരുന്നതെങ്കിൽ ഹെവി ലോഡിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക് നാഷണൽ സ്റ്റേറ്റ് ഹൈവേ ഇങ്ങനെയൊക്കെ ഇൻഡസ്ട്രിയൽ സോൺസ്, ഹെവി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സോൺസിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലാസ് എ ലോഡിങ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. ഫോർ ടിമ്പർ ബ്രിഡ്ജസിനാണെങ്കിൽ ക്ലാസ് ബി ആണ് വരുന്നത്. ദ യൂഷ്വൽ ക്രോസ് സെക്ഷൻസ് അഡോപ്റ്റഡ് ഫോർ ടണൽസ് ആർ. നോർമലി ടണൽസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് സെക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡി സെക്ഷൻസ് യൂസ് ചെയ്യാറുണ്ട്, സർക്കുലർ സെക്ഷൻ യൂസ് ചെയ്യാറുണ്ട്, ഹോഷൂ സെക്ഷനും യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ക്രോസ് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നും യൂസ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 55 ഓപ്ഷൻ ഡി ആണ്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് A2 ഡ്രോയിങ് ഷീറ്റ്. ഇതൊക്കെ സ്ഥിരം ഉള്ള ക്വസ്റ്റ്യൻ ആണ്. A2ൻ്റെ ഡ്രോയിങ് ഷീറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ അറിയാമല്ലോ, 420 × 594 ആണ് വരുന്നത്. ഫില്ലറ്റ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. ഫില്ലറ്റ് കമാൻഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഷാർപ്പ് കോർണേഴ്സ് പറഞ്ഞിട്ടുണ്ട്, റൗണ്ട് കോർണേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷാർപ്പായിട്ടിരിക്കുന്നതിനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫില്ലറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റൗണ്ട് കോർണേഴ്സ് ആണ്. എങ്കിലും ഷാർപ്പ് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് തെറ്റൊന്നുമില്ല. യഥാർത്ഥം പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ പഠിച്ച് വരുന്നത് റൗണ്ട് കോർണേഴ്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കുക. ഷാർപ്പ് കോർണേഴ്സ്, റൗണ്ട് കോർണേഴ്സ്. ഓക്കെ, ബോത്ത് ഓഫ് ദി എബോവ്. പ്രൊജക്ഷൻസ് അഡോപ്റ്റഡ് ഫോർ ദ ഡ്രോയിങ് ബിൽഡിംഗ് പ്ലാൻ. ഓക്കെ, ബിൽഡിംഗ് പ്ലാനിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കോളേജിൽ വരയ്ക്കുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്താൽ മതി. എങ്ങനെയായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് മൾട്ടി വ്യൂവിൽ 2 ടൈപ്പാണുള്ളത്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനും തേർഡ് ആംഗിൾ പ്രൊജക്ഷനും. നമ്മൾ ഇന്ത്യക്കാർ ഫോളോ അപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. 59 ക്വസ്റ്റ്യൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, polyline can be broken into individual lines and arcs using which of the following command. പോളിലൈനിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ബ്രോക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കൊടുക്കുന്നത് എക്സ്പ്ലോഡ് ആണ്. ഓപ്ഷൻ ബി എക്സ്പ്ലോഡ്. റേഷ്യോ ഓഫ് ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ ഓൺ ദ ഫ്ലോർസ് ടു ദ ടോട്ടൽ പ്ലോട്ട് ഏരിയ ഈസ് നോൺ ആസ്. FSI ആണ് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. യഥാർത്ഥം പറഞ്ഞാൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സും FAR ആണ് വന്നിരുന്നതെങ്കിൽ FAR ഒക്കെ സെയിം ആണ്. മുന്നേയൊക്കെ ആയിരുന്നു എങ്കിൽ നമ്മളിപ്പം ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് FAR ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞ് പറയും. അതേ സമയമാണ് ഇപ്പം നമ്മൾ ചേഞ്ച് ചെയ്ത് FSI ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. IS കോഡ് ഫോർ ബിൽഡിംഗ് ബൈ ലോസ് ഈസ്.
ഇതും ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഒന്ന് നോട്ട് ചെയ്തിട്ടോളൂ. IS കോഡ് ഓഫ് ബിൽഡിംഗ് ബൈലാസ് ആണ്. ബിൽഡിംഗ് ബൈലാസിൻ്റെ IS കോഡ് എന്ന് പറയുന്നത് 1256/1967 ആണ് വരുന്നത്. 1256 1967 അതൊന്ന് നോട്ട് ചെയ്തിട്ടോളൂ. ഫോർ ഡയമെൻഷനിങ് ദ ലെങ്ത് ഓഫ് ആരോ ഹെഡ് ബി 3 times ഡെപ്ത് ആണ് വരുന്നത്. നമുക്കറിയാം 3:1 എന്നുള്ള റേഷ്യോ ആണ്. ലെങ്ത് 3ഉം വിഡ്ത്ത് 1ഉം. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് A ആണ്, 3 times വിഡ്ത്ത്. അക്കോർഡിംഗ് ടു NBC കീ പ്ലാൻ ഈസ് നെവർ ഡ്രോൺ ടു ദ സ്കെയിൽസ് ഓഫ് ലെസ് ദാൻ. ശ്രദ്ധിക്കുക, NBC പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. കീ പ്ലാനാണെങ്കിൽ 1 in 10,000 ആണ് വരുന്നത്. കീ പ്ലാൻ NBC പ്രകാരം ഉണ്ട് 1 in 10,000. ദ മിനിമം പെർമിസിബിൾ കവേർഡ് ഏരിയ ഓഫ് പ്ലോട്ട് ബിറ്റ്വീൻ 201 m² to 500 m² ആണ്. ആൻസർ വരുന്നത് 50 ആണ്. എസ്റ്റിമേറ്റ്സ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിക്സ് ഓഫ് പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ ദി ഹൈറ്റ്. പ്ലിന്ത് ഏരിയയിൽ ഹൈറ്റും കൂടെ ആയാൽ അതെന്തായി? ക്യൂബിക് കണ്ടൻറ്റ് എസ്റ്റിമേറ്റ് ആയി. ഫോർ പ്രിപ്പയറിംഗ് റേറ്റ് ഓഫ് ഐറ്റം പെർസെൻറ്റേജ് ഓഫ് കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് ആഡഡ്. കോൺട്രാക്ടേഴ്സ് പ്രോഫിറ്റ് എത്ര ശതമാനവും നമ്മൾ പഠിച്ചിട്ടുണ്ട്? 10%. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദ ഡാം പ്രൂഫ് കോഴ്സ് സ്ഥിരമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഡാം പ്രൂഫ് കോഴ്സ് ഈസ് മെഷേർഡ് സ്ക്വയർ മീറ്റർ. പ്ലിന്ത് ഏരിയ ഓഫ് ബിൽഡിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. ഏതാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത? ഏരിയ ഓഫ് വാൾസ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഇൻക്ലൂഡ് ചെയ്യില്ലേ? ചെയ്യും. ഇൻറ്റേർണൽ ഷാഫ്റ്റ് ഫോർ സാനിറ്ററി ഇൻസ്റ്റലേഷൻ അപ് ടു 2 square meters ഇൻ ഏരിയ ഉറപ്പായിട്ടും ചെയ്യും. ലിഫ്റ്റ് ആൻഡ് വാൾ ഇൻക്ലൂഡിംഗ് ലാൻഡിംഗ് അതും ചെയ്യും. നമുക്ക് ആൻസർ ഏതാണ് വരുന്നത്? ഏരിയ ഓഫ് കാൻഡിലിവർ പോർട്സ്. അത് നമ്മൾ പ്ലിന്ത് പഠിക്കുമ്പോഴേ എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്ന് പഠിക്കുന്ന കാര്യമാണ്. സോ എക്സ്ക്ലൂഡ് ചെയ്യുന്ന എന്താണ്, ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണെന്ന് അറിഞ്ഞിരുന്നാലേ പറ്റുള്ളൂ. സോ 71 ക്വസ്റ്റ്യനും ക്യാൻസലാണ്. കാരണം ഓപ്ഷനിൽ ചെറിയുള്ള ഒരു പാളിച്ച കൊണ്ടാണ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക. ദ സർവേ ക്യാരിഡ് ഔട്ട് ദ ഫിക്സ് ദ ബൗണ്ടറി ഓഫ് എ ബിൽഡിംഗ് സൈറ്റ് ഈസ്. ബൗണ്ടറി ആണ്. ബൗണ്ടറി ആകുമ്പോൾ എന്താണ് ആൻസർ വരുന്നത്? കഡസ്ട്രൽ സർവേ. വൈൽ ലെവലിംഗ് ഇൻ അണ്ടുലേറ്റഡ് ടെറൈൻ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു സെറ്റ് അപ്പ് ദ ഇൻസ്ട്രുമെൻറ്റ്സ്. ആൻസർ 1 side ഓഫ് ദി സ്ലോപ്പ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സ്മോളസ്റ്റ് സ്കെയിൽ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സ്മോളസ്റ്റ് സ്കെയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 centimeter is equal to 10 kilometer ആണ് വരുന്നത്. 74 D ആണ്. To determine the length of bridge proposed to be built across a river, wide river, the surveying methods of choice will be. wide river ആണ്. സോ നമുക്ക് ചെയിനൊന്നും ചെയ്യാൻ പറ്റില്ല, ട്രയാങ്കുലേഷനൊന്നും പ്രോപ്പർ അല്ല. സോ നമുക്ക് ഇതിൽ ആപ്റ്റായിട്ടുള്ളത് ഹൈഡ്രോഗ്രാഫിക് സർവേ ആണ്. ഇതാണ് ഫൈനൽ ആൻസറിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. റെസിപ്രോക്കൽ റേഞ്ചിങ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ ഫോളോയിങ് ഈസ് എൻകൗണ്ടേഡ്. ഓപ്ഷൻ ഡി ആണ്. എ ഹില്ലോക്ക് ആണ് വരുന്നത്. ദ റിഡക്ഷൻസ് ഓഫ് ലെവൽ ബൈ ലൈൻ ഓഫ് കൊളിമേഷൻ മെത്തേഡ് ഡസ് നോട്ട് പ്രൊവൈഡ് എ ചെക്ക് ഓൺ. ചെക്ക് ചെയ്യാൻ എന്ത് നമുക്ക് തരില്ല? ഇൻ്റർമീഡിയറ്റ് സൈറ്റ് പ്രൊവൈഡ് ചെയ്യില്ല. ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് ദ സർവേ ലൈൻ. സർവേ ലൈനും ട്രൂ മെറിഡിയനും ഇടയിലുള്ള ആംഗിളിനെ, ഹൊറിസോണ്ടൽ ആംഗിളിനെ നമ്മൾ പറയുന്നത് ട്രൂ ബിയറിംഗ് എന്നാണ്. ട്രൂ ബിയറിങ്ങിൻ്റെ വേറൊരു പേരാണ് അസിമുത്ത്. The quadrantal bearing of a line is south 10 degree west, then the whole circle bearing of the line. ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 180 ഡിഗ്രി പ്ലസ് 10 ചെയ്താൽ മതിയാവും. നമുക്ക് ആൻസർ കിട്ടുന്നത് 190 ആണ്. സെൻസിറ്റിവിറ്റി ഓഫ് എ ബബിൾ ട്യൂബ് ഇൻക്രീസ്. സെൻസിറ്റിവിറ്റി ഓഫ് എ ബബിൾ ട്യൂബ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റേഡിയസ് കൂട്ടുക, അതുപോലെ തന്നെ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് കുറയ്ക്കുക, ലെങ്തും ഡയമീറ്റർ ഓഫ് ട്യൂബ് കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇതെല്ലാം വരും. അതെന്താണ്? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ. ക്രോസ് ഡ്രെയിനേജ് വർക്ക് അഡ്മിറ്റിംഗ് ദ ഡ്രെയിനേജ് വാട്ടർ ഇൻ ടു ദ കനാൽ. അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആയാലും വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അത് വരുന്ന ഒരു ഓപ്ഷനേ നമുക്കുള്ളൂ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ആൻ ഇംപെർവിയസ് ഓർ ഫെയറി impervious barrier put across a natural stream so that the reservoir is formed. ഇംപെർവിയസ് ബാരിയർ എന്താണ്? നാച്ചുറൽ സ്ട്രീംസിനെ അക്രോസ് ആയിട്ട് ചെയ്യുന്ന ഡാം ആണ് വരുന്നത്. ഡാം. ദ കനാൽ വിച്ച് ക്യാരീസ് വാട്ടർ ടു ദ അഗ്രികൾച്ചറൽ ഫീൽഡ്. അഗ്രികൾച്ചറൽ ഫീൽഡിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കനാലിനെ എന്ത് പേരിലാണ് പറയുന്നത്? ഇറിഗേഷൻ കനാൽ. If a crop requires 13 watering for an interval of 10 days, simple max ആണ്, and a water depth of 10 centimeter in every watering, then delta for that crop will be.
ഓക്കെ, നമുക്ക് ഡെൽറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് വാട്ടറിങ് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് വാട്ടറിങ്ങിൻ്റെ കൂടെ ആ ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെപ്ത്ത് പെർ വാട്ടറിങ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇൻറ്റു ചെയ്യുക. നമ്പർ ഓഫ് വാട്ടറിങ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 13 തന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്ത്ത് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. നമുക്ക് 130 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പക്ഷേ ഒന്ന് നോക്കിക്കേ, ഡെൽറ്റയുടെ യൂണിറ്റ് അവർ എന്തിലാണ് തന്നിരിക്കുന്നത്? മീറ്ററിലല്ലേ തന്നിരിക്കുന്നത്. മീറ്ററിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. സോ നമുക്ക് ആൻസർ എങ്ങനെ വരും? 1.3 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1.30 മീറ്റർ. 1.30 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. എ ഹൈഡ്രോ ഇലക്ട്രിക് വർക്ക് കംപ്രൈസസ് ദ ഫോളോയിങ് കമ്പോണൻറ്റ്സ്. സോ ഇതിൽ മെയിനായിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് വർക്കിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. റിസർവോയറും പെൻസ്റ്റോക്കും ആണ് മെയിനായിട്ട് വരുന്നത്. സോ 2 and 3 വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇൻടേക്ക് സ്ട്രക്ചേഴ്സ് കൺവേസ് വാട്ടർ ടു പെൻസ്റ്റോക്ക് ഫ്രം. എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്ന വെള്ളം? ഫോർബേ അല്ലെങ്കിൽ റിസർവോയർ എന്ന് നമുക്ക് പറയാം. 1 ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് അവർ മീൻ ചെയ്തിരിക്കുന്നത്. 10⁴ എന്നല്ലേ നമ്മൾ സ്ഥിരം പഠിക്കുന്നത്. സോ 87 എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ഇൻ ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റീസ്. ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് വിത്ത് ടൈമാണ് വരുന്നത്. പക്ഷേ ഇതിൽ ആൻസർ കീയിൽ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഫൈനൽ ആൻസർ കീ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 88 സി എന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്ചാർജ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ദ കനാൽ വിച്ച് ക്യാരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ. റിവറിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് മെയിൻ കനാൽ എന്നാണ്. ഇൻ സൈഫൺ, FSL of the canal is below bed level of drainage trough. FSL of the canal is much above bed level of drainage trough. Bed level of the drainage trough is below FSL of the canal. Bed level of the drainage trough is much above FSL of the canal. ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരുന്നത്? വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഓപ്ഷൻ ബി ആണ്, 90B. The resistance set up by the molecules of the materials to the deformation due to the application of external force. സോ ആൻസർ എന്താണ്? സിമ്പിൾ അല്ലേ? റെസിസ്റ്റിംഗ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഫോഴ്സിന് നമ്മൾ പറയുന്നത് എന്താണ്? സ്ട്രെസ്. ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ഡിസ്റ്റൻസ് ഫ്രം. എവിടെ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത്? ആക്സിസ് ഓഫ് റെഫറൻസിൽ നിന്നാണ്. ഓപ്ഷൻ സി. വെൻ ദ സർഫസ് ഈസ് ഓൺ ദ പോയിൻ്റ് ഓഫ് മോഷൻ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് മാക്സിമം ആൻഡ് ദിസ് മാക്സിമം ഫ്രിക്ഷൻ ഈസ് കോൾഡ്. സോ ഏതായിരിക്കും മാക്സിമം? നമ്മളൊരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് മാക്സിമം അനുഭവപ്പെടുന്ന ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ഫൈൻഡിങ് കമ്പോണൻറ്റ്സ് ഓഫ് ഫോഴ്സസ് ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻസ്. ശ്രദ്ധിക്കുക, ഫൈൻഡിങ് കമ്പോണൻറ്റ്സ് ഓഫ് ഫോഴ്സസ് ഇൻ സ്പെസിഫൈഡ് ഡയറക്ഷൻ. അതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണ് വരുന്നത്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. മൊമെൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ് about any point is equal to the algebraic sum of moments of all forces of system about that points. നമുക്ക് ഇതിൽ കുറച്ച് തിയറം പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റും. സോ ഇത് പറഞ്ഞിരിക്കുന്നത് വാരഗ്നൻസ് പ്രിൻസിപ്പിളാണ്. അതുപോലെ അതിനെ തന്നെ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മൊമെൻ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നതെന്ന് വെച്ചാൽ സി ആണ്. കാരണം 1, 4 പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്, വാരഗ്നൻസ് തിയറം. അപ്പോൾ ഇതിൽ നിങ്ങൾ കറക്റ്റ് എല്ലാ തിയറി മെക്കാനിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ലോസ് എല്ലാം തന്നെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. കാരണം ലോസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, തിരിച്ച് മറിച്ചും വരാം. അപ്പോൾ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഡെഫിനിറ്റ് yield പോയിൻറ്റ് ദ 0.2% പ്രൂഫ് സ്ട്രെസ് ഈസ് ടേക്കൺ അസ്. yield സ്ട്രെങ്ത് ആണ്. yield സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ടാണ് 0.2% പ്രൂഫ് സ്ട്രെസ് ഒക്കെ നമ്മൾ പറയുന്നത്. If a force acting at a point on a rigid body is shifted to any other point which is on the line of action of the force, the external effect of the force on the body. എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്? ഇത് ഒരു ലോ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ലൈൻ ഓഫ് ആക്ഷൻ, അതിൽ പല ഫോഴ്സസ് പല സ്ഥലങ്ങളിലായിട്ട്, ഇപ്പം ആദ്യം ആക്ട് ചെയ്ത സ്ഥലത്തായിരിക്കില്ല രണ്ടാമത് ഞാൻ കൊടുക്കുന്ന ഫോഴ്സ്. അങ്ങനെയെങ്കിലും അവിടുത്തെ എഫക്റ്റിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ഇറ്റ്സ് റിമൈൻസ് അൺചേഞ്ച്ഡ്. എ ഫോഴ്സ് 10 Newton ഈസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് മേക്കിംഗ് ആൻ ആംഗിൾ 30 degree വിത്ത് ദ ഹൊറിസോണ്ടൽ. ഡിറ്റർമൈൻ ദ കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സസ് അലോങ് y ഡയറക്ഷൻ. y ഡയറക്ഷനിലെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്.
സോ ഇതിലെന്താ നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഒരു ഫോഴ്സ് അത് 10 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. എങ്ങനെ? ഹൊറിസോണ്ടൽ ആക്സിസിന് 30 ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് 10 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻ്റാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. വൈ ഡയറക്ഷനിൽ ഞാൻ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ പി സൈൻ തീറ്റ. പി എന്ന് പറയുന്നത് 10 എന്ന് തന്നിട്ടുണ്ട്, പിന്നെ തീറ്റ എന്ന് പറയുന്നത് സൈൻ 30 ആണ്. സോ 10 ഇൻറ്റു സൈൻ 30 1/2 ആണ് വരുന്നത്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? 5 ന്യൂട്ടൺ. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? tan phi ആണ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് tan phi. Two forces of magnitude 100 Newton and 200 Newton acting at a point O. If the angle between the forces is 60 degree, determine the magnitude of resultant force. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാലോ. എന്താണ് നമ്മുടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ? R = p² + q² + 2pq cos θ. ഇതിൽ p² എന്ന് പറയുന്നത് ഇപ്പം ഞാൻ p എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് 200² + q എന്ന് പറയുന്നത് 100² + 2 × 100 × 200 cos 60 ആണ് എടുക്കേണ്ടത്. cos 60 1/2 ആണ്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം 264.58 ന്യൂട്ടൺ എന്നുള്ളൊരു ആൻസറിലോട്ട് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും അടുത്ത് കിടക്കുന്നത് 265 ന്യൂട്ടൺ ആണ്. സോ പ്രോബ്ലംസ് കാരണം മെക്കാനിക്സ് ഒക്കെ കറക്റ്റ് 10 മാർക്കിന് പറഞ്ഞിട്ടുണ്ട്. RCC സ്റ്റീലും കൂടെ 10 മാർക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെയിറ്റേജിന് കൂടുതലായിരിക്കും. അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പോവാം.